ഫസ്റ്റ് വന്ന് கொஞ்சம் பயங்கரமாக இருக்குது. ഇത് அந்த அளவுக்கு பயங்கரம் അല്ല. ഹൊറർ എലമെന്റ്സ് കാണും വിചാരിച്ച് അതിന് വേണ്ടിയിട്ട് വന്നതാണ്. അത്രയ്ക്കൊന്നും കണ്ടില്ല. ഈ ഒരു ടൈമിൽ ഇറങ്ങിയതിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ഹൊറർ മൂവീസ് ആണ്. ഡിസ്റ്റർബിംഗ് ആയിരുന്നു മൂവി. ഫസ്റ്റ് മൊമെന്റ് ആ ഒരു മേക്കിംഗ് തന്നെ റീമേക്ക് ചെയ്തിരിക്കുന്ന പോലെ. படம் பரவாயில்ல, ஹாரர் தான், ஆனால் பரவாயில்ல. இதுக்கு முன்னால் பார்த்த டேனியல் ஓமனோட இது ஃபஸ்ட்டு பாட்டு, பிஃபோர் பாட்டு, அவ்வளோதான். பார்த்துருக்கேன், டேனியல் ஓமன் பார்த்துருக்கேன். இதோட பாட்டு அது எப்படி ஆரிஜின் ஆச்சு, பரவாயில்ல, நல்லா இருக்குது, நான் இன்ட்ரெஸ்டிங்காக இருக்குது. இல்லை, ரொம்ப நல்லா இருக்குது. ஃபஸ்ட்டு வந்து கொஞ்சம் பயங்கரமாக இருக்குது. இது அந்த அளவுக்கு பயங்கரம் இல்லை. ഹിസ്റ്ററി தெரிஞ்சால் ഒന്നുമേ ഇല്ല, நல்லா தான் இருக்கும். ഇല്ല அந்த மாதிரிலாம் இல்லை, ഇൻട്രസ്റ്റിംഗ് தான் இருந்துச்சு. സിനിമ കുഴപ്പമില്ലായിരുന്നു. ഹൊറർ എലമെന്റ്സ് കുറവായിരുന്നു എങ്കിലും കണ്ടോണ്ടിരിക്കാം. വേറെ ബോറടിച്ച് അങ്ങനെ ഇതൊന്നുമില്ല, കണ്ടോണ്ടിരിക്കാം. ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ജസ്റ്റ് ഹൊറർ എലമെന്റ്സ് കാണും വിചാരിച്ച് അതിന് വേണ്ടിയിട്ട് വന്നതാണ്. അത്രയ്ക്കൊന്നും കണ്ടില്ല, പക്ഷെ കുഴപ്പമില്ല. സ്റ്റോറി വൈസ് കൊള്ളാം, കുറച്ചേ ഉള്ളൂ, അതാണ് ഞാൻ പറഞ്ഞത്. എലമെന്റ്സ് കുറവാണ്, സ്റ്റോറി വൈസ് കൊള്ളാം. ഞാൻ പറഞ്ഞില്ല, ആ ഒരു ഹൈപ്പ് നോക്കിയിട്ടല്ല വന്നത്. ഞാൻ ജസ്റ്റ് ഹൊറർ എലമെന്റ്സ് കാണും എന്നുള്ള ആ ഒരു ഫീലിന് വേണ്ടിയാണ് വന്നത്. അത്രയ്ക്കൊന്നും തോന്നിയില്ല. VFXും ഗ്രാഫിക്സും എല്ലാം കുഴപ്പമൊന്നുമില്ല, നമുക്ക് ബോറായിട്ടും തോന്നിയിട്ടൊന്നുമില്ല, കുഴപ്പമില്ല. ഇല്ല ഞെട്ടാനുള്ളതൊന്നുമില്ല. അടിപൊളി മൂവിയായിരുന്നു. ഹൊറർ എലമെന്റ്സ് കുറവാണെങ്കിൽ പക്ഷേ വിഷ്വൽസ് നല്ല രീതിയിൽ സിനിമാറ്റോഗ്രാഫി ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് അങ്ങനെ ഫുൾ കണ്ടിട്ടില്ല, ബട്ട് സ്റ്റോറി അറിയാം കുറച്ച് ചെറുതായിട്ട്. ഈ ഒരു ടൈമിൽ ഇറങ്ങിയതിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ഹൊറർ മൂവീസ് ആണ്. അതിൻ്റെ സിനിമാറ്റോഗ്രാഫി ഇറ്റ് വാസ് റിയലി ഗ്രേറ്റ് ഫോർ എ ഹൊറർ ഫിലിം. ആൻഡ് ലീഡ് ആക്ട്രസിൻ്റെ ആക്ടിങ്ങും വാസ് റിയലി ഗുഡ്. പേടിക്കാനുള്ള ഹൊറർ ജംസ്കെയർസ് ഒന്നും വലുതായിട്ടില്ല. ജസ്റ്റ് ഒരു ഒരു റിലീജിയസ് ഡ്രാമ പോലെയാണ്. പേടിക്കാനായിട്ട് വലുതായിട്ടില്ല. ഇല്ല അങ്ങനെയല്ല, കുറച്ച് മോർ ലൈക്ക് ഡ്രാമ, റിലീജിയസ് ഡ്രാമ. ചോദിച്ചാൽ ഇതിൻ്റെ സിനിമാറ്റോഗ്രഫി അവർ കണ്ടുകൊണ്ടിരിക്കാൻ കുറച്ചും കൂടെ നല്ലത് ഇതാണ്. മനസ്സിലാവും. ഇതിൻ്റെ പ്രീക്വൽ അല്ലേ, ഇതിന് ശേഷം നടക്കുന്നതാണ് ഫസ്റ്റ് പാർട്ടൊക്കെ. അത്രേ ഉള്ളൂ. ഞാൻ ഫസ്റ്റ് പാർട്ട് അങ്ങനെ കണ്ടിട്ടില്ല, സ്റ്റോറി ജസ്റ്റ് കേട്ടിട്ടുണ്ടതേ ഉള്ളൂ. പക്ഷേ എനിക്ക് അത്യാവശ്യം മനസ്സിലായിട്ടുണ്ട്. ഹൊറർ എലമെൻറ്റ്സ് അത്ര കുറവാണ്, ബട്ട് ആക്ടിങ് ഏകദേശം, ബട്ട് കൊടുത്ത പൈസയ്ക്ക് വർത്താ. ഹൊറർ എലമെൻറ്റ്സ് നോക്കാതെ വരുന്നവർക്ക് കുഴപ്പമില്ല. ഈ റിലീജിയസ് ടൈം മൂവി ആയതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. ഡിസ്റ്റർബിംഗ് ആയിരുന്നു മൂവി. ഫസ്റ്റ് മൊമെന്റ് ആ ഒരു മേക്കിംഗ് തന്നെ റീമേക്ക് ചെയ്തിരിക്കുന്ന പോലെ. വേറെ ഇതൊന്നുമില്ല. കുറച്ച് ആൻറ്റി ക്രൈസ്റ്റിനെ കുറിച്ച് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നില്ല. ഫസ്റ്റ് കണ്ടിട്ടുണ്ട്. ഫസ്റ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ഡിഫറെൻ്റ് ഒന്നുമില്ല, അതേ സെയിം മോഡൽ കഥ തന്നെ ചെറുതായിട്ടൊന്ന് റീമേക്ക് ചെയ്തിരിക്കുന്നതെന്നേ ഉള്ളൂ. വലുതായിട്ടില്ല. ജംസ്കേഴ്സൊക്കെ കുറവാണ്. സ്റ്റോറിക്കാണ് പ്രാധാന്യം, അത് ഫുൾ ആൻറ്റി ക്രൈസ്റ്റിനെ കുറിച്ചാണ്. അപ്പോൾ അവരിത് ചെറിയ ഡിസ്റ്റർബിങ്ങാണ്, എല്ലാ അഡൾട്ട്സിനെ കാണാൻ പറ്റിയത്.